ഓം ശം നോ മിത്രഃ ശം വരുണഃ ശം നോ ഭവത്തര്യമഃ ശം ന ഇന്ദ്രോ ബൃഹസ്പതി ശം നോ വിഷ്ണുരുരുക്രമഃ നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാവവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഹരേ ശരണമയ്യപ്പ. ശ്രീ ഗുരുഭ്യോ നമഃ. എല്ലാ പ്രിയ വസുദൈവ കുടുംബാംഗങ്ങൾക്കും നൂറായിരം സ്നേഹോപഹാരം. സനാതനമായ ഈ വൈദിക ജീവിതചര്യ എന്താണ്? ഈ ജീവിതചര്യയുടെ പ്രത്യേകത എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മധുരതരമാണ് ഈ സംസ്കൃതി. എന്താണ്? സ്വപ്ന സദൃശമായ, സ്വപ്ന സമാനമായ സ്വർഗീയ ജീവിതം വിത്തൗട്ട് എക്സ്പെൻസിലൂടെ. ഈ സെമിറ്റിക് മതങ്ങൾ പറയുന്ന അങ്ങനെ മരണാനന്തര സ്വർഗീയ ജീവിതം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ ബ്ലെയിം ചെയ്യല്ല. ഇപ്പോൾ ഇവിടെ ഈ നിമിഷം നമ്മുടെ ജീവിതം സ്വർഗീയ അനുഭൂതിയിൽ ജീവിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നതാണ് ഈ വേദങ്ങളും ഉപനിഷത്തുക്കളും എന്ന സത്യം നാം തിരിച്ചറിയണം. 4 പതിറ്റാണ്ട് കാലഘട്ടത്തിലെ വേദ ഉപാസനയുടെ പശ്ചാത്തലത്തിലാണ് നിങ്ങളോട് ഞാനിത് പറയുന്നത്. സദാശിവ സമാരംഭം പരമേശ്വരനിൽ തുടങ്ങി അങ്കിരസ ഋഷിയിലൂടെ, എൻ്റെ മുതുമുത്തശ്ശന്മാരിലൂടെ, എൻ്റെ അച്ഛനിലൂടെ എന്നിലെത്തിയ ഈ വൈദിക സംസ്കൃതി മറ്റൊന്നുമല്ല, വേദാധിഷ്ഠിതമായ ഒരു സംസ്കൃതി, ആരോഗ്യകരമായ ഒരു ജീവിതം, ശരീരത്തിനും മനസ്സിനും ഒരുപോലെ ആരോഗ്യപ്രദമായ ഒരു ജീവിതം. അതിന് ഏറ്റവും പ്രധാനം മറ്റൊന്നുമല്ല, അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതം. അടുക്കും ചിട്ടയുമുള്ള ഒരു ജീവിതത്തിൽ ബ്രാഹ്മേ മുഹൂർത്തമുത്തായ കൃതശൗച വിധിസ്ത്വദാത് സ്നാത്വാചാമ്യ സന്ധ്യാദിൻ വിധയാ. ബ്രാഹ്മേ മുഹൂർത്ത മുത്തായ, അതിരാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. അത് ഉദയത്തിന് മുന്നേ ആയാലും കുഴപ്പമൊന്നുമില്ല. ആ ബ്രാഹ്മ മുഹൂർത്തത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനസ്സ് ഏകാഗ്രമാക്കാൻ ഉത്തമമാണ്. ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ സൂര്യോദയത്തോടു കൂടി ഒരു ഊർജത്തിൻ്റെ പ്രവാഹമാണ്. ആ പ്രവാഹത്തിൽ ഈ പ്രകൃതിയുടെ ഭാഗമായ, ശ്രദ്ധിക്കണം, പ്രകൃതിയുടെ ഭാഗമായ നമ്മളും നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഓരോ കോശങ്ങളിലും ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധിത ക്ഷുരസ്യധാര നിശിതദ്വരദ്വയ. വേദങ്ങൾ പറയുന്നു, ഉണരുകയാണ്, ഉയരുകയാണ്, വളരുകയാണ്. ഓരോ പുൽക്കൊടി മുതൽ യാ ബ്രഹ്മാതി പിപീലികാന്തതനുഷ. ശ്രീശങ്കര ഭഗവത്പാദർ പറയും, ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയുള്ള സമസ്ത ചരാചരങ്ങളും സൂര്യോദയത്തോടുകൂടി ഉയരുകയാണ്, ഉണരുകയാണ്. അതുകൊണ്ടാണ് ഋഷി പറയുന്നത്, ബ്രാഹ്മേ മുഹൂർത്തമുത്തായ, അതിവെളുപ്പിന് എഴുന്നേൽക്കണം. അത് ഒരു ജീവിതചര്യയാക്കി മാറ്റണം. അല്ലെങ്കിൽ ഒന്നുമില്ല, മന്ദബുദ്ധികളായി മാറും, ആർക്കും വേണ്ടാത്തവരായി മാറും, ഒരു തലതിരിഞ്ഞ ടൈപ്പായി മാറും. എനിക്കിത്
എൻ്റെ അച്ഛനും അമ്മയും എന്നെ വെളുപ്പിന് വിളിക്കും. അപ്പോഴൊന്നും അതിൻ്റെ മാധുര്യം മനസ്സിലായില്ല. പിന്നീടാണ് മനസ്സിലായത്, നമ്മുടെ വീട്ടിലൊരു ചെമ്പരത്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ചെമ്പരത്തി പോയിട്ട് ഒരു ചെമ്പരത്തിയുടെ മുട്ടിന് തലേദിവസം വൈകുന്നേരം റബ്ബർ ബാൻഡ് ഇട്ട് വെക്കുക ഇങ്ങനെ റൗണ്ടിൽ. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം നമ്മൾ 8 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റ് 8 മണിക്ക് ഉറങ്ങി എഴുന്നേറ്റ് വന്ന ഉടനെ ആ റബ്ബർ ബാൻഡും കൊണ്ട് ഊരിയെടുക്കുക. എന്നിട്ടൊരു 10 മണിക്ക് പോയി നോക്കുക. അപ്പോൾ ബാക്കി എല്ലാ പുഷ്പങ്ങളും വിടർന്ന് നിൽക്കുന്നുണ്ടാവും. ഇത് മാത്രം പകുതി വിടർന്നിട്ട് എന്ന് പറയുന്ന തമോഗുണത്തിൽ ഇങ്ങനെ പകുതി വിടർന്ന് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ 8 മണിക്കാണ് ഈ ചെമ്പരത്തി പൂവ് എഴുന്നേറ്റത്. നമ്മളും 8 മണിക്കാണ്. അപ്പോൾ നമ്മുടെയൊക്കെ കോശങ്ങളും നമ്മുടെയൊക്കെ ബുദ്ധിയും നമ്മുടെയൊക്കെ ബോധങ്ങളും നമ്മുടെയൊക്കെ മനസ്സും അടിമുടി പകുതി മാത്രമാണ് ഓപ്പണാകുന്നത്. ഇതുപോലെ അതുകൊണ്ടാണ് ഋഷി പറയുന്നു ബ്രാഹ്മേ മുഹൂർത്തമുത്തായ എന്നിട്ട് അവിടുന്ന് ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ അശ്വക്രാന്ത രഥക്രാന്ത വിഷ്ണുക്രാന്ത വസുന്ധര ശിരസ ധാരയിഷ്യാമി രക്ഷസ്വമേ പദേ പദം. കുതിരവണ്ടിയുടെ ചക്രങ്ങൾ ഓടുന്ന ചക്രം 7000 വർഷമുള്ള ഋഗ്വേദത്തിലെ മന്ത്രമാണ് ഞാനിത് പറയണത്. ചക്രം കണ്ടുപിടിച്ച് ഇതിനിടെ ബ്രിട്ടീഷുകാരാണെന്നാണ് പറയപ്പെടുന്നത്. ശരണമയ്യപ്പ അവരൊക്കെ ഉണ്ടാക്കാൻ അവരുടെ അച്ഛനും അമ്മയും സ്വപ്നം കാണുന്നതിന് മുന്നേ ഇവിടെ എഴുതി വയ്ക്കുന്നത് അശ്വക്രാന്ത രഥക്രാന്ത വിഷ്ണുക്രാന്ത വസുന്ധര അങ്ങനെയുള്ള ഭൂമിദേവിയെ പൂജിക്കുച്ചുകൊണ്ട് ആ ഭൂമിദേവിയെ തൊട്ട് ഉറങ്ങി എഴുന്നേറ്റ ഉടനെ നാം ചെയ്യേണ്ട കർമ്മമാണ് ആ ഭൂമിദേവിയെ തൊട്ട് നമ്മുടെ ശിരസിൽ വെക്കുന്നു. അൾട്രാ മോഡേൺ സയൻസ് പറയുന്നു കൈകൊണ്ട് ഭൂമി തൊട്ട് ആ നെഗറ്റീവ് എനർജി മുഴുവൻ ഡിസ്ചാർജ് ആക്കുന്നത് ആരോഗ്യത്തിനും ബുദ്ധിക്കും ഏറ്റവും ഉത്തമമാണെന്ന്. അതുകൊണ്ട് നമ്മളെ ഈ സംസ്കൃതി നമ്മളെ കുട്ടികളെ പഠിപ്പിക്കണം. പ്രപഞ്ച പൂജയാണ്. പഞ്ചഭൂതങ്ങൾ പഞ്ചീകരിച്ചുണ്ടായ പ്രപഞ്ചമാണ്. രൂപനാമാത്മക പ്രപഞ്ചമാണ്. ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ്. ഈ പ്രപഞ്ചം ഇതിനെ പൂജിക്കുകയാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതി. അവിടെ നിന്നാണ് ഈ ക്ഷേത്ര സംസ്കൃതി ആരംഭിക്കുന്നത്. അങ്ങനെയാണ് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ. എൻ്റെ ശരീരത്തിൻ്റെ പ്രതീകമായിട്ടാണ് ക്ഷേത്രം. ദേവൻ്റെ ആലയമാണ് ദേവാലയം. ബ്രഹ്മത്തിൻ്റെ ആലയമാണ് ബ്രഹ്മാലയം. അപ്പോൾ ബ്രഹ്മാലയത്തിൽ നാം താമസിക്കുന്നു, ദേവാലയത്തിൽ ദേവൻ താമസിക്കുന്നു. അവിടെ വിഗ്രഹം ഉണ്ടാകും. എന്താണ്? വിശേഷ ഗ്രാഹ്യതേ ഇതി വിഗ്രഹ. വിശേഷ ബുദ്ധി കൊണ്ട് അതിനെ അറിഞ്ഞ് അനുഭവിക്കണം. അപ്പോൾ ശിവക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോകുമ്പം ശിവലിംഗമായിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ അവിടെ നമുക്കൊരു ധ്യാനം കേൾക്കാൻ പറ്റും. ബിഭ്രദ്ഭ്യക്കുടാരം മൃഗം അഭയവരതഹസ്തോ സുപ്രസന്നോ മഹേശ സർവാലങ്കാര ദീപ്ത സരസജ നിലയോ വ്യാഘ്രചർ മാർത്തവാസ ധ്യായേ മുക്താപരാഗാമൃത രസ കലിതാദ്രിപ്രഭ പഞ്ചവക്ത്ര. കേട്ടോ, പഞ്ചവക്ത്ര. അപ്പോൾ ഇന്ന് മുതൽ മനസ്സിലാക്കണം. ഇനി മുതൽ ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇത് ഓർമ്മ വേണം. മുൻ ശബരിമല മേശാന്തിയും കൃഷ്ണ യജുർവേദ പണ്ഡിതവനും ഭാഗവതോത്തമനുമായ ശംഭുവാധ്യാരുടെ മകൻ അന്ന് യൂട്യൂബ് ചാനലിൽ നമ്മൾ കേട്ടു ശിവന് 5 മുഖമാണ്, പഞ്ചഭൂതങ്ങളാണെന്ന്. പഞ്ചവക്ത്ര. ഇത് ഉൾക്കൊണ്ടിട്ട് വേണം പിന്നെ നമ്മൾ പ്രപഞ്ചത്തെ പൂജിക്കുന്നതായി സങ്കല്പിച്ചു വേണം. ഗോപുരം ദേവപാദം സ്യാൽ യദ്യതേ ലക്ഷണം ശുഭം. ഗോപുരത്തിൻ്റെ വാതിൽ നിന്നും ഇത് ചൊല്ലിക്കൊണ്ട് ഗോപുരത്തിൻ്റെ വാതിൽ തൊട്ട് തലയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അകത്തോട്ട് പ്രവേശിക്കേണ്ടത്. ഈ ക്ഷേത്ര സംസ്കൃതി നാം നമ്മുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. എപ്പോഴെങ്കിലും ഒന്ന് പോയാൽ പോരാ, എല്ലാ ദിവസവും പറ്റുന്ന അത്രയും ദിവസം പോകണം. രാവിലെയും വൈകുന്നേരം പോകണം. അതിന് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള എനർജികളുണ്ട്. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ കുട്ടിയോട് ചോദിച്ചാൽ മനസ്സിലാവും, അവർ പറഞ്ഞു തരും. യൂട്യൂബിൽ അടിച്ചു നോക്കണേ. ലവ് ഹോർമോൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഹാപ്പി ഹോർമോൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാലമ്പലത്തിൻ്റെ വെളിയിലുള്ള പ്രദക്ഷിണം ഫുഡ് മസാജിങ് ആണ്. അവിടെ ശബ്ദസ്പർശ രസ രൂപഗന്ധാദികളിലൂടെ ക്ഷേത്രങ്ങളിലൂടെ ഈശ്വരനെ അനുഭവിക്കുകയാണ്. അത് വിശദമായിട്ട് ഇതിന് മുന്നേ ഉള്ള വീഡിയോകൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും ശരി, പ്രപഞ്ച ഊർജ ആവാഹന മന്ത്രമുണ്ട്. സമ്പൂർണമായ ആരോഗ്യപ്രദമായ ഒരു ജീവിതം, അത് പൂർണ്ണ ആരോഗ്യമുള്ള ഒരു സമൂഹം, ഇതാണ് 6000 വർഷങ്ങൾക്ക് മുന്നേയുള്ള ഋഷിയുടെ വിഷനും മിഷനും. അതിന് ഋഷി കണ്ടെത്തിയ
ഒരു നല്ല അനുഭവ മാർഗമാണ് പ്രാണായാമം. എന്ത്? പ്രാണായാമം. ശ്രീശങ്കര ഭഗവത്പാദർ ഭജഗോവിന്ദത്തിൽ പറയുന്നു, പ്രാണായാമം പ്രത്യാഹാരം നിത്യാനിത്യ വിവേക വിചാരം. എന്താണ്? പ്രാണായാമമാണ് പ്രത്യാഹാരം. ശരീരത്തിന് ആഹാരം കഴിക്കുന്നത് പോലെ ബുദ്ധിക്കും ബോധത്തിനും മനസ്സിനും ചിന്തകൾക്കും ഊർജ്ജസ്വലമാകാനും പുതിയ 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 സർഗാത്മകതകൾ വളരാനും ഉയരാനും മനഃശക്തിയും മനോബലവും ഊർജ്ജസ്വലമാകാനും പ്രാണായാമം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പൂർവജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതേ, പൂർവജന്മകൃതം പുണ്യം മഹാജ്ഞാനരൂപേണ ജായതേ. പൂർവജന്മ പാപം കൊണ്ടാണ് ശരീരത്തിൽ രോഗം വരുന്നത്. അതിനെ സൊല്യൂഷനായിട്ട് പൂർവജന്മത്തിലെ ജ്ഞാനം പുണ്യമായിട്ട് ഇവിടെ നമ്മൾക്ക് അറിവ് കൊണ്ട് അതിനെ നേരിടണം രോഗത്തെ. അപ്പോൾ എന്താണ് അറിവ്? നിങ്ങളൊക്കെ ഈ പൂർവജന്മ പുണ്യമുള്ള ആത്മാക്കളായതുകൊണ്ടാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ എന്ത് വഴക്കും? പൂർവജന്മകൃതം പാപം എന്ന് പറഞ്ഞാൽ ഈ പൂർവജന്മം കഴിഞ്ഞ നിമിഷങ്ങളിൽ നാം കഴിക്കുന്ന ആഹാരങ്ങളാണ്. ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ 3 നേരം ബീഫ് കഴിക്കണമെന്ന്? ഇല്ല. ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ 3 നേരം ചിക്കൻ കഴിക്കണമെന്ന്? ഇല്ല. ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ മദ്യം കഴിക്കണമെന്ന്? ഇല്ല. ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ മാംസം കഴിക്കണമെന്ന്? ഇല്ല. അതുകൊണ്ട് ഇവയൊക്കെ ഒഴിവാക്കണം. ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ പറയും, കൊല്ലാവ്രതം ഉത്തമമാം അതിലും ശവം തിന്നാവ്രതമത്ര അത്യുത്തമം. ജീവകാരുണ്യ പഞ്ചമത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് എന്ത്? ഔഷധം. അപ്പോൾ യുക്താഹാര വിഹാരസ്യ യുക്തചേഷ്ടസ്യ കർമ്മസു ശ്രീശങ്കര ഭഗവത്പാദരുടെ ഭാഷ്യം നൽകിയ ഭഗവത്ഗീതയിൽ പറയുന്നു, അർത്ഥമശനസ്യ സവ്യജ്ഞനസ്യ തൃതീയ മുതകസ്യ ച വായു സഞ്ചാരണാർത്ഥായം ചതുർത്ഥം അവശേഷ്യതേ എന്ന് വേദങ്ങൾ പറയുന്നു. ഇപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1000 ടെസ്റ്റ് ഉണ്ടാവും. അതിലൊക്കെ നമുക്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ, BP ഹൈ ആണെന്നുണ്ടെങ്കിൽ, കൊളസ്ട്രോൾ ഹൈ ആവുന്നുണ്ടെങ്കിൽ, എന്തൊക്കെയാണെന്നുണ്ടോ ഷുഗർ ഹൈ ആണെന്നുണ്ടെങ്കിൽ, ശരീരത്തിലെല്ലാം ഹൈ ആവുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ്. ഇപ്പോൾ കഴിക്കുന്ന ആഹാരം പകുതിയാക്കി ചുരുക്കിയാൽ മാത്രം മതി, നിങ്ങളുടെ എല്ലാ രോഗവും പകുതിയായി കുറയും. അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞാൽ അത് 25% ആയി കുറയും. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രിയാണ്. എന്താ ഇങ്ങനെ പേര് വരാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പഴവർഗ്ഗങ്ങൾ കിട്ടുന്നത് ഈ കേരളത്തിൽ നിന്നാണ്. അത് നമ്മളെ ക്ഷേത്രത്തെ കൊണ്ട് പൂജിക്കുക, അല്ലെങ്കിൽ ശ്രീലകത്ത് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ കൊണ്ട് ഭഗവാനെ സമർപ്പിച്ച ശേഷം ആ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആനക്കൊന്നും ഒരു സൂക്കേടും വന്നൊന്നും കേട്ടിട്ടില്ല. അത് വെജിറ്റേറിയനാണ്. പശുവിൽ നിന്നും ഒരു സൂക്കേട് വന്നു കേട്ടില്ല. അത് വെജിറ്റേറിയനാണ്. ഇനി നീലത്തിമിംഗലവും വെജിറ്റേറിയനാണെന്നാണ് യൂട്യൂബും ഗൂഗിൾ കുമാറും പറയുന്നത്. ഇവർക്കൊക്കെ ശക്തമായ ആരോഗ്യം കിട്ടുന്നത് എന്തുകൊണ്ടാണ്? വെജിറ്റേറിയൻ. അപ്പോൾ വെജിറ്റേറിയൻസിൽ രോഗികൾ കുറവാണ്, രോഗികളിൽ വെജിറ്റേറിയൻസും കുറവാണ്. അപ്പോൾ ഈ പ്രാണായാമം ചെയ്യുന്ന വ്യക്തികൾ പ്യൂർ വെജ് ആയിരിക്കണം. ഭാരതീയ ക്ഷേത്ര സംസ്കൃതിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന, ഹൈന്ദവ സംസ്കൃതിയിൽ വിശ്വസിക്കുന്നവർ ഈ ശവന്തീനികളാകരുത്, ഈ കുഴിമന്തികൾ ആകരുത്. പിന്നെ എന്തൊക്കെയാണ് ഉള്ള ആ വൃത്തികേടുകൾ ഒന്നും കുഴിച്ചിടേണ്ട, ഒന്നും വയറ്റിനകത്തോട്ട് കഴിക്കരുത്. അപ്പോൾ പ്രാണായാമം നാം നിത്യവും ജീവിതത്തിൽ ആചരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു ആചാര അനുഷ്ഠാനമാക്കി കൊണ്ടുവരണം. അതിന് ഏറ്റവും പ്രധാനമാണ് പ്രകൃതി പൂജ, ഭൂമി പൂജ എന്ന് കേട്ട് കാണും. ഗംഗാ ആരതിയൊക്കെ നമ്മൾ കാണുന്നുണ്ട്, ഗോവർദ്ധനോദ്ധാരണം നമ്മൾ കേൾക്കുന്നുണ്ട്, ആദിത്യ പൂജകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, വായുപൂജ ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ പഞ്ചഭൂതങ്ങളെ പൂജിക്കുകയാണ് ഭാരതീയ ഹൈന്ദവ സംസ്കൃതിയിൽ ഏറ്റവും വൈദിക കാലഘട്ടത്തിൽ തുടങ്ങിയത്. അതിൻ്റെ മറ്റൊരു രൂപമാണ് ക്ഷേത്രവും ക്ഷേത്ര സംസ്കൃതിയിലും. എന്തിന്? നമ്മൾ കുടുംബത്തിൽ ഇപ്പോൾ ഒരു പൂജ നടത്തുകയാണെങ്കിൽ
അവിടെ 5 തിരികൾ ഇട്ടിട്ടാണ് പൂജ നടത്തുക തിരുമേനിമാർ. ആ 5 തിരികൾ കിഴക്കോട്ട്, വടക്ക്, പടിഞ്ഞാറ്, തെക്ക്, പിന്നെ വടക്ക് കിഴക്ക് മൂലയിൽ ഈശാന കോണിൽ ഒരു തിരി. ഇത് പഞ്ചഭൂതങ്ങളെ സങ്കല്പിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ക്ഷേത്രത്തിലെ പൂജയായാലും ഏത് തന്ത്രിയായാലും ഏത് മന്ത്രിയായാലും ആര് പൂജ ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പൂജക്കായാലും അവിടെ ശംഖുകാല്, കിണ്ടി, ആവണിപ്പലക, പൂത്തട്ട്, പുഷ്പങ്ങൾ, ചന്ദനം, ജലം, പിന്നെ ചന്ദനത്തിൻ്റെ പാത്രത്തിൽ ചന്ദനം ഉണ്ടാവും, പിന്നെ ധൂപം ഉണ്ടാവും, ദീപം ഉണ്ടാവും. ഈ 5 കൂട്ടിയിട്ടാണ് ഇത് പഞ്ചഭൂതങ്ങളാ. അതിനകത്തൊക്കെ ഓരോ മന്ത്രം ചോദിക്കും. ഓം അപാത്മനാ ജലം കൽപ്പയാമി, ഓം പൃഥിവ്യാത്മനാ ഗന്ധം കൽപ്പയാമി, ഓം ആകാശാത്മനാ പുഷ്പം കൽപ്പയാമി, ഓം വായുവാത്മനാ ധൂപം കൽപ്പയാമി, ഓം അഗ്നിയാത്മനാ ദീപം കൽപ്പയാമി, ഓം അമൃതാത്മനാ നൈവേദ്യം കൽപ്പയാമി. ഇങ്ങനെ ഓരോ മന്ത്രങ്ങൾ ചൊല്ലി കൽപ്പിക്കുകയാണ് ഈശ്വരനോട്. ഈ പഞ്ചഭൂതങ്ങളാണ് പൂജയ്ക്ക് സമർപ്പിക്കുന്നത് ഇഷ്ടദേവന്. ഇപ്പോൾ മനസ്സിലാക്കിക്കോ ഈ പൂജയുടെ രഹസ്യം. അപ്പോൾ എന്താണ്? ഈ വസന്തമാകുന്ന ജഗദീശ്വരനിൽ നിന്നും ഒരു പൂവ് പറിച്ചെടുത്ത് ആ ഭഗവാന് തന്നെ സമർപ്പിക്കുന്നു. മനസ്സിലായില്ല അല്ലേ? ഞാൻ ഇടയ്ക്ക് എൻ്റെ വൈഫിനോട് പറയും, എടി എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, നിങ്ങൾക്ക് എത്ര രൂപ വേണം? എനിക്ക് 1000 രൂപ. പുള്ളിക്കാർ പോയിട്ട് പെട്ടെന്ന് എടുത്തു കൊടുത്തരും. ഞാൻ ചോദിച്ചു, നിൻ്റെ കയ്യിൽ നിന്ന് എവിടെ പൈസ? അതെ, നിങ്ങളുടെ ഷർട്ടും പാൻസും ഞാനല്ലേ അലക്കണത്. അതെ, അതിനകത്ത് ഇടക്കിടയ്ക്ക് ഞാൻ ഇസ്ക്കുന്നുണ്ട് എന്ന്. അപ്പം എൻ്റെ കയ്യിലെ കാശ് പുള്ളിക്കാരെടുത്ത് ബഫർ സ്റ്റോക്ക് ചെയ്തിട്ട് എനിക്ക് ആവശ്യത്തിന് തിരിച്ചു തരുന്നത് പോലെ ജഗദീശ്വരൻ്റെ വസന്തത്തിൽ നിന്നും പുഷ്പങ്ങളെടുത്ത് ജഗദീശ്വരനെ സമർപ്പിക്കുന്നത് പോലെ പഞ്ചഭൂതങ്ങളെടുത്ത് പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിൻ്റെ നാഥനായ ജഗദീശ്വരന് നമ്മൾ നൽകുന്നതാണ് പൂജ. അത് ക്ഷേത്രപൂജയായാലും കുടുംബത്തിലുള്ള പൂജയായാലും ഏതായാലും ശരി. അപ്പോൾ നമ്മൾ ഈ സംസ്കാരത്തിൽ ഈ ശക്തി പൂജ, അപ്പോൾ ശക്തി പൂജ ശ്രദ്ധിക്കണം. ഈ പ്രപഞ്ച ശക്തികളെ പൂജിക്കുന്നതാണ്, പ്രപഞ്ച ഊർജത്തെ പൂജിക്കുകയാണ്, പ്രപഞ്ച പഞ്ച ഊർജത്തെ പൂജിക്കുകയാണ് ശക്തി പൂജ. ഈ ശക്തി പൂജയാണ് ദേവീ പൂജയായി പരിണമിച്ചത്. യാ ദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. ഹേ ദേവി, അങ്ങ് എന്താണ്? യാദേവി സർവഭൂതേഷു, പ്രപഞ്ചത്തിലെ രൂപത്തിലും നാമത്തിലും കാണുന്ന എന്തൊക്കെയുണ്ടോ അവയുടെയൊക്കെ മാതൃത്വമാണ് ആ ദേവി. ആ ദേവി അവിടെ ശക്തിയായിട്ടാണ്. കോൺക്രീറ്റിന് ഒരു ശക്തിയുണ്ട്, കമ്പിക്ക് ഒരു ശക്തിയുണ്ട്. നമ്മളിൽ ശക്തി ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. ഈ ശക്തി പോയാലാണ് സത്ത് പോയി എന്ന് പറയുന്നത്, ചത്ത് പോയി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിലുള്ള ഈ ശക്തിയെ പൂജിക്കുന്നതാണ് ക്ഷേത്ര സംസ്കൃതി. അത് പുരോഗമിച്ച് വന്നിരിക്കുന്നത് വൈദിക സംസ്കൃതിയിൽ നിന്നുമാണ്. അപ്പോൾ ഈ വൈദിക സംസ്കൃതിയിൽ ഈ പ്രപഞ്ച 5 ശക്തി, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ 5, ആ 5 പ്രപഞ്ച ഊർജ പൂജ. ഇതെന്താ ഈ ഊർജ എന്നൊക്കെ പറയുന്നത്? എടോ, നമ്മൾ കാണുന്നില്ലേ നമ്മളെ സിയാൽ എറണാകുളത്തെ ഇൻ്റർനാഷണൽ എയർപോർട്ട്, അവിടെ എന്താണ് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ എനർജി പവർ സ്റ്റേഷൻ അവിടെയാണ്. എന്താണ്? സൂര്യനിൽ നിന്നും വൈദ്യുതി ഉണ്ടാക്കുന്ന. അത് ശരിയാണ് തിരുമേനി പറഞ്ഞത്. കാറ്റിൽ നിന്നും പാലക്കാട് നിന്ന് കാറ്റാടി യന്ത്രത്തിൽ കാറ്റടിക്കുന്നത് ഒരു എനർജിയാണ്. അത് ശരിയാണ് തിരുമേനി. സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഒരു എനർജിയാണ്. ഇതുകൊണ്ടാണ് തേങ്ങയൊക്കെ മുകളിൽ നിന്ന് താഴത്തോട്ട് വീഴുന്നത്. നമ്മളും കാല് തെറ്റിക്കഴിഞ്ഞാൽ താഴത്തോട്ട് വീഴുന്നത്. ഏത് ആനയും വീഴുന്നത് ഇതുകൊണ്ട് തന്നെയാണ്. അത് വളരെ കറക്റ്റാണ്. സോളാർ എനർജി ഇതായി പിന്നെ നമുക്ക് റിസർവോയറിൽ വെള്ളം തടഞ്ഞു നിർത്തി ഇങ്ങോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാത്തുനിന്നും എന്തിന്? ആവി യന്ത്രം നമ്മൾ കാണുന്നില്ലേ? അതുപോലെ തന്നെ അഗ്നി, എല്ലാ വണ്ടിയിലും പെട്രോളുകൾ ഇത് കത്തിച്ചിട്ട്. അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ 5 ശക്തികളെ ആവാഹിച്ച് ഈ 5 ശക്തികളും നമ്മുടെ ഉള്ളിലുള്ള ഓരോ കോശങ്ങളിൽ എത്തിക്കുന്നതാണ് പ്രാണായാമം. അപ്പോൾ ഈ പ്രാണായാമത്തിൽ തൊട്ട് മുന്നേ വൈദിക സംസ്കൃതിയിൽ ഒരു മന്ത്രം ചൊല്ലണം. അത് യജുർവേദത്തിലെ ഒരു നല്ല
മന്ത്രമുണ്ട്. ആ മന്ത്രം നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്കതിൻ്റെ മാധുര്യം മനസ്സിലാവും. ആ യജുർവേദത്തിൽ കർമ്മകാണ്ഡത്തിലും ഉണ്ട്, ഉപാസനാകാണ്ഡത്തിലുണ്ട്. അതിലെ തന്നെ മഹാനാരായണ ഉപനിഷത്തിലും ഈ മന്ത്രമുണ്ട്. നമുക്കറിയാം 1180 1180 ഉപനിഷത്തുക്കളാണ്. അതിൽ ശ്രീശങ്കര ഭഗവത്പാദർ നമ്മളോട് പഠിക്കാൻ പറയുന്ന 10 ഉപനിഷത്താണ്. ഈശ കേശ കഠ പ്രശ്ന മുണ്ട മാണ്ഡുക്യ തൈത്തിരി ഐത്തിരീയഞ്ച ചാന്തോക്യം ബൃഹദാരണ്യകം തഥ. ഈ 10 ഉപനിഷത്തുകൾ പഠിക്കാനാണ് പറയുന്നത്. ആ ശങ്കര പരമ്പരയിൽ സദാശിവനെ തുടങ്ങി ശങ്കരാചാര്യരിലെത്തി തപോവനാനന്ദ സ്വാമികളിലൂടെ അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ സ്വാമി ചിന്മയാനന്ദ മഹാരാജിലൂടെ എൻ്റെ അസ്മദാചാര്യ പര്യന്ത എൻ്റെ ഗുരുവായ സ്വാമി സത്യാനന്ദ സരസ്വതി തിരുവടികളിലൂടെ അത് പഠിക്കാനുള്ള ഒരു അസുലഭ നിമിഷം. എൻ്റെ ജന്മം ധന്യോഹം ധന്യോഹം ത്രിധന്യോഹം എനിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എസൻസ് ഉള്ള ഒരു ഉപനിഷത്തും കൂടിയുണ്ട്. അതാണ് മഹാനാരായണ ഉപനിഷത്ത്. ആ ഉപനിഷത്തിൽ ഇത് അനുവാകം 37ാമത് ഒരു മന്ത്രമുണ്ട്. അതിന് യൂറോപ്യൻ കൺട്രീസൊക്കെ പറയുന്ന ഒരിതാണ് സെൽ എനർജി ബൂസ്റ്റിംഗ് തെറാപ്പി എന്നുള്ളതാണ് ഇതിനെ പറയുന്നത്. എന്താണ് സെൽ എന്ന് പറയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, കോശങ്ങൾ. അതിന് ബൂസ്റ്റ് കൊടുക്കുക, അതിന് എനർജി കൊടുക്കുന്ന തെറാപ്പിയാണ് എന്ത്? ഈ ഉപാസനാ മന്ത്രം. അപ്പോൾ നമ്മളൊക്കെ റെഡിയായിട്ട് നിന്ന് സമഗ്രാവശ്യമോ നല്ല സ്ഥലത്തിരുന്ന് ചമ്രം പടിഞ്ഞിരുന്നു എല്ലാത്തിനും ഇതാക്കി തത്വപുരുഷയോഗോ ശുദ്ധിസാമയ കൈവല്യം വരാൻ വേണ്ടിയിട്ട് ഈ ചൂണ്ടുവിരലും ഈ തള്ളവിരലും കൂട്ടിച്ചേർത്ത് ഇതിൽ വെച്ച് ശ്വാസത്തെ നന്നായിട്ട് വലിച്ചകത്തോട്ടങ്ങൾ എടുത്തതിന് ശേഷം ഓങ്കാര പ്രണവോപാസന ആ ഉ മ് ആ ഉ മ് ഈ ജാഗ്ര സ്വപ്ന സുഷുപ്തിയുടെ അതീതമായ തുരീയാവസ്ഥയിലുള്ള നാലാമനായ ആ ജഗതീശ്വരനെ ഞാനിതാ ആവാഹന ചെയ്യുന്നു. ഇതാണ് പ്രണവം. ആ ഉ മ്. അതിനുശേഷം നീട്ടി അങ്ങോട്ട് ചൊല്ലണം. ഇന്നർ എൻജിനീയറിങ് എന്ന് പറയും. ഉള്ളിലുള്ള ബുദ്ധിക്കകത്തോട്ടും ഉള്ളിലുള്ള ബോധത്തിനകത്തോട്ടും ഓരോ കോശങ്ങളിലും 10,000കണക്കിന് ഞാടി ഞരമ്പിനകത്തോട്ടും നട്ടെല്ലിനകത്തോട്ടും സുഷുമ്നകത്തോട്ടും പിങ്കളക്കകത്തോട്ടും ഓരോ ഞാടി ഞരമ്പിനകത്തോട്ടും നമ്മുടെ ബുദ്ധിക്കകത്തോട്ടും ബോധത്തിനകത്തോട്ടും നമ്മുടെ സർവ കഴിവും നിലനിൽക്കുന്ന ഗ്രേ മാറ്റർ. എന്താണ് ഗ്രേ മാറ്റർ എന്ന ബുദ്ധിയുടെ തലത്തിലകത്തോട്ട് ഈ പ്രാണനെ, ഈ ഓക്സിജനെ, ഈ വായുവിനെ വലിച്ചെടുത്തതിന് ശേഷം ഓങ്കാര ശബ്ദം പുറപ്പെടുവിക്കണം. അപ്പോൾ ഈ ഓങ്കാര ശബ്ദം പുറപ്പെടുവിക്കുമ്പോൾ ആ ശബ്ദ ഊർജം നമ്മളെ വൈബ്രേഷൻ ചെയ്യുന്ന ഊർജവുമായി മിക്സ് ചെയ്ത് നമ്മുടെ കവിളുകളിലും ചുണ്ടുകളിലും മൂക്കുകളിലും നാസാരന്ധ്രങ്ങളിലും കണ്ണുകളിലും മുഖത്തുള്ള സർവ്വ കോശങ്ങളിലൂടെ ഓരോ കോശങ്ങളിലൂടെക്കും പ്രത്യേകിച്ച് ഗ്രേ മാറ്ററിനകത്തോട്ടും അതുപോലെ തന്നെ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളിലും ആ ഊർജപ്രവാഹം പ്രാണനായി എത്തിക്കുന്നു. ഇതുപോലെ ആദ്യം ഒരു 10 തുടങ്ങുക, പിന്നെ ഒരു 20 തുടങ്ങുക, പിന്നെ ഒരു 30 തുടങ്ങുക, പിന്നെ ഒരു 40 തുടങ്ങുക, പിന്നെ ഒരു 50 തുടങ്ങുക. അങ്ങനെ 101 പ്രാവശ്യം ആക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിലൊരിക്കലും ഐസിമേഷ്യ വരില്ല. ജീവിതത്തിൽ ഒരുവിധമുള്ള അസുഖങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ തുടങ്ങും. BP നോർമലാകും, ഷുഗർ നോർമലാവും, എല്ലാ ഇന്ദ്രിയങ്ങളും നോർമലാവും. എന്താണ്? നമ്മളെ പ്രപഞ്ചത്തെ ആവാഹന ചെയ്യുകയാണ്. പ്രപഞ്ച ഊർജം ഇന്നർ എൻജിനീയറിങ്ങളായിട്ട് ഓരോ കോശങ്ങളിലും പോയി പ്രവർത്തിക്കുകയാണ്. അതിനു മുന്നേ
ഒരു നല്ല ആവാഹന മന്ത്രമുണ്ട്. ഈ ആവാഹന മന്ത്രം പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ പഠിക്കണം, ചൊല്ലാൻ പറ്റുന്ന ആൾക്കാർക്ക് ചൊല്ലാം, അറിയാൻ പറ്റുന്ന ആൾക്കാർ അറിയുമെങ്കിലും ചെയ്യണം. കൃണി സൂര്യ ആദിത്യോ ന പ്രഭാ വാത്യക്ഷരം മധുക്ഷരന്തി തദ്രസം സത്യം വൈദദ്രസമാവോ ജ്യോതി രസോ അമൃതം ബ്രഹ്മഭൂർഭുവാ സുവാരോമ്. വാത്യക്ഷരം, വാദം എന്നുള്ളതൊക്കെ കേട്ടില്ലേ? വായു എന്താണ്? പ്രാണൻ എന്താണ്? സഞ്ചരിക്കുന്നവൻ. അവൻ ശരീരത്തിൽ നിന്നും വിട്ടു പോകുന്നത് വരെ ഈ ശരീരത്തിൽ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന പ്രപഞ്ചത്തിലെ ഓരോ ഭൂതങ്ങളിലേക്കും, സൂര്യനിൽ നിന്നും, അഗ്നിയിൽ നിന്നും, വായുവിൽ നിന്നും, ഭൂമിയിൽ നിന്നും, ആകാശത്തു നിന്നുമുള്ള ഈ ഊർജങ്ങളാണ് എൻ്റെ പ്രാണശക്തിയായി, ഊർജമായി, ആത്മശക്തിയായി 37 ട്രില്യൺ കോശങ്ങളിലും നിലനിൽക്കണമേ. അത് സംഭരിച്ചു വെക്കുന്നതാണ് പ്രാണായാമം. ഞാൻ ഇതാ ഈ പ്രപഞ്ച പ്രകൃതിയുടെ ഈശ്വരീയതയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് എന്നിൽ അത് നിലനിൽക്കണമേ. ഇതുകൊണ്ടാണ് ഈ പ്രോട്ടീനൊക്കെ വളരെയുള്ള ഈ മുളയുള്ള ചെറുപയറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെയാണ് ഈ ടൊമാറ്റോ, തക്കാളിയൊക്കെ പച്ച കഴിച്ചു കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ പച്ച കോവയ്ക്കൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, പച്ചയുള്ള നിങ്ങൾ എന്തൊക്കെ കഴിക്കുന്നോ അതൊക്കെ എല്ലാ കോശങ്ങളും, ബുദ്ധിക്കും ബ്രെയിനും എല്ലാത്തിനും ഊർജം പകരുന്നതാണ്, സന്തോഷം പകരുന്നതാണ്. കാരണം നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ വലിയ സന്തോഷം ഉണ്ടാവും. എന്താണ്? നമുക്ക് മുഴുവൻ പരിചയക്കാരായിരിക്കും എല്ലാവരും ഉണ്ടാവുക. ഹായ് എന്നൊക്കെ പറയുമ്പോൾ പുതിയ ആൾക്കാരെ പരിചയപ്പെടാം, നല്ല ഡ്രസ്സ് ഉണ്ടാവും, നല്ല ഫുഡ് ഉണ്ടാവും, നല്ല പെരുമാറ്റം, നല്ല കല്യാണം, നല്ല മണങ്ങൾ, നല്ല സുഗന്ധം, എല്ലാം നന്മയുണ്ടാവും. നല്ല മഞ്ഞ സ്വർണം ധാരാളം കാണാം, നല്ല പെയിൻ്റ് അടിച്ചിട്ടുള്ള മുഖങ്ങൾ കാണാം. അപ്പോൾ ഈ നന്മ കാണുന്ന, അപ്പോൾ പരിചയമുള്ള ആൾക്കാർ പരസ്പരം കാണുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവും. ഇത് നമ്മുടെ തിരുമേനിയുടെ പ്രോഗ്രാം ശരണം അയ്യപ്പ. ഇതുപോലെ ഉള്ളിലുള്ള ജീവനാണ് ഇവയെ ആക്സെപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ജീവനുള്ള വസ്തുക്കളോട് ഒരു അമിതമായ താല്പര്യം കിട്ടും. അപ്പോൾ പച്ചപ്പഴങ്ങളൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന് വളരെ സന്തോഷം കിട്ടും. അപ്പോൾ ഞാൻ ഈ പ്രകൃതിയുടെ ഭാഗമാണ്. ഭഗവത്ഗീതയിൽ പൂർണ്ണാവതാരമെടുത്ത് കൃഷ്ണൻ പറയും, നഹി കശ്ചിത് ക്ഷണമപി യാതുനിഷ്ഠം സ്വകർമ്മകാര്യഹേ ഹ്യവശകർമ്മ സർവം പ്രകൃതി അർജുന. ഇവിടെ പ്രകൃതി മാത്രമേ ഉള്ളൂ. ആ പ്രകൃതിയാണ് പരമേശ്വരൻ, ആ പ്രകൃതിയാണ് ഞാൻ, ആ പ്രകൃതിയുടെ ഒരു ഭാഗമാണ് ഞാൻ. ആ പ്രകൃതി എന്നിലേക്ക് ആവാഹന ചെയ്യണമേ. ഈ ആവാഹന ചെയ്യുന്ന വേറൊരു മന്ത്രമുണ്ട്. എല്ലാ ബ്രാഹ്മണരും രാവിലെ ജപിച്ചു കുടിക്കുന്നൊരു മന്ത്രമുണ്ട്. ദതിക്രാവിണോ അഹാഷം വിഷ്ണു രശിശപാച സുരഭിനോ മുഖാകര പ്രണായുംഷിതാർഷൽ ആഭോഹിഷ്ഠ മയോഭുവസ്ഥാന ഊർജേദതാദന. ഈ ജലത്തിലുള്ള ഊർജം എനിക്ക് ലഭിക്കണമേ, ഈ സൂര്യൻ്റെ ഊർജം എനിക്ക് ലഭിക്കണമേ, ഈ വായുവിൻ്റെ ഊർജം എനിക്ക് ലഭിക്കണമേ, ഈ അഗ്നിയുടെ ഊർജം എനിക്ക് ലഭിക്കണമേ, ഈ ബുദ്ധിയുടെ ഊർജം എനിക്ക് ലഭിക്കണമേ, ഈ ഭൂമിയുടെ ഊർജം എനിക്ക് ലഭിക്കണമേ. പ്രാണൻ തന്നെയാണ് ഇവയെല്ലാം. ഗുരുവും ഈ പ്രാണൻ തന്നെയാണ്, ഈശ്വരനും പ്രാണൻ തന്നെയാണ്, എല്ലാം ഈ പ്രാണനാണ്. ഇവയുടെ ഓജസ്സിന് വേണ്ടി എന്ത്? കൃണി, പ്രകാശദാതാവ്. അപ്പോൾ സൂര്യ, കൃണി എന്ന് പറഞ്ഞാൽ പ്രകാശദാതാവ്. സൂര്യ, സൂര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓജസ് നൽകുന്നവൻ. ആദിത്യ, ആദിത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രളയകാലത്ത് ഈ ഊർജം മുഴുവൻ എന്നിലേക്ക് തന്നെ തിരിച്ചു വരേണ്ട എന്താണ്? ആദിത്യൻ. നമുക്കറിയാം, യേശ ആദിത്യോ പുരുഷോ ദൃശ്യത. ഋഗ്വേദത്തിൽ പറയുന്നു, ഞാൻ കാണുന്നു, യേശ അറിയുന്നു, അനുഭവിക്കുന്നു. എന്ത്? ഈ സൂര്യനിലാണ് പരമമായ പരമ്പൊരുൾ എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതെന്താ കാരണം? ആ സൂര്യൻ്റെ ചൂടാണ്.
എൻ്റെ ശരീരത്തിൽ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡായി നിലനിൽക്കുന്നത് ആ സൂര്യൻ്റെ ചൂടാണ്. പ്രാണൻ, ആ സൂര്യൻ്റെ ചൂടാണ് എൻ്റെ ശരീരത്തിലോടുന്ന ബ്ലഡ്. ആ സൂര്യൻ്റെ ചൂടാണ്, 37 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് എൻ്റെ ശരീരത്തിലെ ദഹനം. ആ ചൂടാണ്, 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ചൂടാണ് എനിക്ക് നിങ്ങളെ കാണാൻ സാധിക്കുന്നത്. ആ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള ചൂടാണ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്. ആ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിലുള്ള സൂര്യൻ്റെ ചൂടാണ്, ടെമ്പറേച്ചറാണ് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ സൂര്യൻ തന്നെയാണ്. ഇനി ഈ സൂര്യൻ്റെ ഈ ചൂട് നമ്മളിൽ നിന്നും വിട്ടുപോയാൽ സത്തുപോയി എന്ന് പറഞ്ഞ് ശരീരം കത്തിക്കുകയായി. യോന്തപ്രവിശ്യ മമ വാചിമിമം പ്രസുപ്തം സഞ്ജീവയന്ത്യകല പ്രാണം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഇവിടെ ശ്രീമദ് ഭാഗവതം പറയുന്നു, പ്രാണം നമോ ഭഗവതേ പുരുഷായ തുഭ്യം മമ വാചിമിമം പ്രസപ്തം സഞ്ജീവയന്തി അഖില ശക്തി ധരസ്വധാംനാം. പ്രപഞ്ചത്തിലെ അഖില ശക്തിയും എനിക്ക് നൽകിയ ഹേ ജഗദീശ്വര, അങ്ങ് തന്നെയാണ് എന്നിൽ പ്രാണനായി നിലനിൽക്കുന്നത്. ആ പ്രാണം നമോ ഭഗവതേ പുരുഷായ തുഭ്യം. നീ തന്നെയാണ് പരമേശ്വരൻ, നീ തന്നെയാണ് കാണുന്നത്, നീ തന്നെയാണ് കേൾക്കുന്നത്, നീ തന്നെയാണ് അറിയുന്നത്, നീ തന്നെയാണ് രുചിക്കുന്നത്. ആ പ്രാണം നമോ ഭഗവതേ ശ്രീമദ് ഭാഗവതത്തിലെ അതിമനോഹരമായ ഒരു ശ്ലോകമാണ്. അതുകൊണ്ട് വിശ്വത്തെ തന്നിലേക്ക് തന്നെ തിരിച്ചെടുക്കുന്ന അക്ഷര എന്ന് പറഞ്ഞാൽ ഒരിക്കലും നശിക്കാത്ത, നാശമില്ലാത്തവനെ മധുദദ്രസം സത്യം മധുവസൂയതേ ഇതി മധുസൂദന മധുവത് സൂയതേ. അപ്പോൾ ജിഹ്വാമേ മധുമത്തമാം കർണാഭ്യാം ഭൂരി വിശ്രമം. നമ്മൾ കൃഷ്ണ യജുർവേദത്തിലെ മേധാസൂക്തത്തിൽ ഇത് നമ്മൾ പഠിച്ചു. മധുവത് സൂയതേ മധു സദൃശം, മറ്റൊന്നുമല്ല ജീവിതം തേൻകുടമായി മാറണം എന്നാണ്. ശരണമയ്യപ്പ. അപ്പോൾ നമ്മുടെ ജീവിതവും നമ്മളും തേൻകുടമായി മാറിയാലോ? നമ്മൾ കാണുന്നത് തേനായിരിക്കും, നമ്മൾ കേൾക്കുന്നത് തേനായിരിക്കും, നമ്മൾ പറയുന്നത് തേനായിരിക്കും. അപ്പോൾ ഷുഗർ കോട്ടട്ട് സ്നേഹമയമായ ഒരു വാക്കായിരിക്കും നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ പ്രിയപ്പെട്ട ഭർത്താവായി മാറും, പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായി മാറും, പ്രിയപ്പെട്ട അച്ഛൻ്റെ പ്രിയപ്പെട്ട മക്കളായി മാറും, പ്രിയപ്പെട്ട മക്കളുടെ പ്രിയപ്പെട്ട അച്ഛനായി മാറും. അപ്പോൾ അച്ഛനോടും അമ്മയോടും മക്കളോടും ഭാര്യയോടും സമൂഹത്തോടും കൂട്ടുകാരോടുമുള്ള ഒരു പെരുമാറ്റത്തിൽ അടിമുടി ഒരു മാറ്റം വരും നമുക്ക്. ഒപ്പം പുത്രധർമ്മം, ഭാര്യാധർമ്മം, പിതൃധർമ്മം, പൗരധർമ്മം, രാഷ്ട്രധർമ്മം ഇതൊക്കെ വികസിപ്പിച്ച് ഒരു നല്ല വ്യക്തിത്വത്തിലോട്ട് ഈ രാഷ്ട്രത്തിന് സംഭാവന ചെയ്യുകയാണ് ഈ വേദമാതാവ് തൻ്റെ പ്രിയ പുത്രനെ ഈ മന്ത്ര സംസ്കൃതിയിലൂടെ, ഈ ഹൈന്ദവ സംസ്കൃതിയിലൂടെ. അപ്പോൾ സച്ചിദാനന്ദമയമായ ആ പരമാനന്ദമാണ് ഈ ബ്രഹ്മം. അതാണ് മധുദദ്ര സത്യം ജ്യോതിരസോമൃത. അപ്പോൾ പ്രകാശരൂപമായ ആ പ്രാണൻ എന്താണ്? പ്രകാശരൂപമായ. ശ്രീശങ്കര ഭഗവത്പാദർ പറയുന്നു ഏകശ്ലോകിയിൽ, കിം ജ്യോതി സ്തവമാനുഭാനഹനിമേ എന്ന് തുടങ്ങി ജ്യോതിർജ്യോതി രഹം ജ്യോതി, ജ്യോതിർജ്യോതിരഹം ജ്യോതി, ശിവോസ്മി അഹം. ജ്യോതികളുടെ എല്ലാം ജ്യോതിയായ ആ പരമാത്മാവായ ജ്യോതിയാകുന്ന പരമേശ്വരനാണ് ഞാൻ. അപ്പോൾ മനസ്സിലായില്ല തിരുമേനി? കണ്ണടച്ചു നോക്കടോ. ഭാര്യനെ കാണാലോ കാണാം, ഭർത്താവിനെ കാണാലോ കാണാല, ഓഫീസിൽ പോവാലോ പോവാ, ബെഡ്റൂമിൽ പോവാലോ പോവാ, മൊബൈൽ എടുത്ത് തോണ്ട, എന്ത് വേണമെങ്കിലും കണ്ണടച്ചു കഴിഞ്ഞാൽ ചെയ്യാലോ. ആ ജ്യോതിയാണ് ജ്യോതിരസോ അമൃതം. അത് രസമായി മാറണം. ഭാഗവതം പറയുന്നു, നിഗമകൽപ്പതരോർഗളിതം ഫലം സുഖമുഖാദ് അമൃതദ്രവ സംഹിതം പിപത ഭാഗവതം രസമാലയം. കുടുംബം ഭാഗവത പഠനത്തിലൂടെ രസമാലയമായി മാറണം, ജീവിതം രസമാലയമായി മാറണം.
എല്ലാത്തിനകത്തും നവരസങ്ങൾ പോഷിപ്പിക്കുന്ന, സർഗാത്മകത പോഷിപ്പിക്കുന്ന ജീവിതമാണ്. അപ്പോൾ മുഹുരകോ രസിഭുവ ഭാവോഗാഹ, എല്ലാവരും രസികന്മാരായി മാറട്ടെ. അപ്പോൾ ജീവിതത്തിൽ രസികന്മാരായി, നമ്മുടെ ഭർത്താവ് രസികനാണെന്നുണ്ടെങ്കിൽ സെൻസ് ഓഫ് ഹ്യൂമറിലൂടെ ഒക്കെ കേൾക്കും, നമ്മുടെ ജീവിതം സന്തോഷമാവും. നമ്മുടെ ഭാര്യ രസികത്തിയാണെന്നുണ്ടെങ്കിൽ സെൻസ് ഓഫ് ഹ്യൂമറിലൂടെ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കും. പരസ്പരം ഷെയർ ചെയ്തും കെയർ ചെയ്തും സന്തോഷപ്രദമായി ജീവിക്കാൻ പറ്റും. ഇതാണ് വേദമാതാവ് തൻ്റെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഭാഗവതത്തിന് പറയാനുള്ളത്. അപ്പോൾ ബ്രഹ്മഭൂർഭുവ സുവരോമ്, 3 ലോകത്തിലും 7 14 ലോകത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഓങ്കാരം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ. പൂർണ്ണാവതാരം എടുത്തിട്ട് കൃഷ്ണൻ നമ്മളെ പഠിപ്പിച്ചില്ലേ ഭഗവത്ഗീതയിൽ? ഓമിത്യേകാക്ഷരം ബ്രഹ്മ, ഓങ്കാര സദൃശം. ഓങ്കാരത്തിനെ കുറിച്ച് വിശദമായിട്ട് ഇതിനു മുന്നിലുള്ള വീഡിയോകളൊക്കെ കേട്ട് പഠിക്കണം. സർവ്വതും സകാര ഉപാസനയും ഗുണാതീത ഉപാസനയും സർവ്വതും ഓങ്കാരത്തിൽ ഒതുങ്ങി. അതാണ് ബ്രഹ്മഭൂർഭുവസ്വരോമ്. ഓങ്കാരം വാച്യബ്രഹ്മമാകുന്നു. സർവരോഗപ്രതിരോധ ശക്തി കവചമായി ഈ മന്ത്രവും പിന്നെ എന്ത് നമ്മൾ പ്രാണായാമവും നിത്യേന ചെയ്യണം. പ്രണവ ഉപാസന. അതുകൊണ്ടാണ് എല്ലാ മന്ത്രങ്ങളും ഓങ്കാരം കൂട്ടി തുടങ്ങുന്നത്. ദക്ഷിണ പോലും ഓം കൂട്ടി പ്രണവം കൂട്ടി ചെയ്യും. വൈദിക സംസ്കൃതിയിലെല്ലാം പ്രണവം. അപ്പോൾ പ്രണവമാണ് ബ്രഹ്മം. ഓമിത്യേകാക്ഷരം ബ്രഹ്മ. അപ്പോൾ സർവ്വരോഗങ്ങളെയും പ്രതിരോധിക്കാനും രോഗപ്രതിരോധ ശക്തി വർദ്ധിക്കാനും ഓരോ കോശങ്ങളിലും ഓക്സിജൻ എത്തിച്ച് ഓരോ കോശങ്ങളെയും ഊഷ്മളമാക്കി അതുവഴി ആരോഗ്യപ്രദമായ ഒരു ജീവിതവും പ്രപഞ്ച ഊർജശക്തിയായി മാറണം. അതിൻ്റെ റിസർവോയറായി മാറണം ഊർജത്തിൻ്റെ നമ്മുടെ ജീവിതം. അപ്പോൾ ആത്മശക്തി, അപ്പോൾ മനോബലം, ആത്മബലം, മനഃശക്തി, ആത്മശക്തി, അതുവഴി ശരീരാരോഗ്യവും അതുവഴി ആരോഗ്യവും മനഃശരീര രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശക്തിയും നമുക്കുണ്ടാകട്ടെ. അതിനെ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഭട്ടതിരിപ്പാട് ഇത് പ്രൂവ് ചെയ്തതാണ്. എന്താണ്? അഗ്രേ പശ്യാമി തേജോ. ഞാൻ കണ്ടു 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 കണ്ടു. ഇവിടെ തട്ടിപ്പല്ല. നാരായണീയത്തിൽ ഭട്ടതിരിപ്പാട് പറയുന്നു അഗ്രേ പശ്യാമി തേജോ. ഞാനിതാ കണ്ടു. ഗുരുവായൂരപ്പനെ കണ്ട കാര്യമാണ് പറയുന്നത്. എവിടെയാണ് കണ്ടത്? ഉപനിഷത്ത് സുന്ദരി ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരിൽ. കാരണം ഈ ഉപനിഷത്തുക്കൾ ദശോപനിഷത്തുക്കളാകുന്ന 1180 ഉപനിഷത്തുക്കളാകുന്ന സുന്ദരിമാരുടെ ഇടയിൽ പുല്ലാങ്കുഴൽ സംഗീതവും പ്രവഹിപ്പിച്ചുകൊണ്ടുള്ള പ്രേമസ്വരൂപനായ കണ്ണനെ ഞാൻ കണ്ടു എന്നുള്ളതാണ് ആര് പറയുന്നത്? ഭട്ടതിരിപ്പാട്. അപ്പോഴോ അനന്തരൂപ മമരോഗരാശിം നിരുന്ധി വാതാലയ വാസവിഷ്ണു. വാതാലയമായ ഗുരുവായൂർ വസിക്കുന്ന ഉണ്ണിക്കണ്ണനായ ഹേ മഹാവിഷ്ണു, നിരുന്ധി, നിരോധിക്കൂ, പ്രതിരോധിക്കൂ. എന്തിനെ? നിരുന്ധി വാതാലയ വാസവിഷ്ണു. മമ രോഗരാശിയും, രോഗങ്ങളുടെ രാശി എന്ന് പറഞ്ഞാൽ കൂട്ടം. ഒരുപാട് രോഗങ്ങൾക്കൊക്കെ നമ്മൾ അടിമയാണ്. ആ രോഗങ്ങളെയൊക്കെ മാറ്റൂ എന്ന് പറഞ്ഞ് അവിടെ പ്രാണായാമം ചെയ്തുകൊണ്ട് എല്ലാ രോഗങ്ങളും മനസ്സിനേറ്റ വാദവ്യാധിയും മാറ്റി ഭട്ടതിരിപ്പാട്. ഇതൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മളെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്. എന്തിന്? നമ്മൾ ആരോഗ്യപ്രദമായ ജീവിതം, നമ്മുടെ ഭാര്യയുടെ ആരോഗ്യപ്രദമായ ജീവിതം, നമ്മുടെ അച്ഛൻ്റെ ആരോഗ്യപ്രദമായ ജീവിതം, നമ്മുടെ അമ്മയുടെ ആരോഗ്യപ്രദമായ ജീവിതം, നമ്മുടെ മക്കളുടെ ആരോഗ്യപ്രദമായ ജീവിതം, ഈ സമൂഹത്തിൻ്റെ ആരോഗ്യപ്രദമായ ജീവിതം, നിങ്ങൾ ഓരോ വ്യക്തിയുടെയും മാനവരാശിയുടെയും ആരോഗ്യപ്രദമായ ജീവിതമാണ് ഋഷിയുടെ മിഷനും വിഷനും. ഇതാണ് വേദമാതാവിന് പറയാനുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ മന്ത്രങ്ങൾ പഠിക്കണം, ഉപാസന ചെയ്യണം, നാമോപാസന ചെയ്യണം, ദിവസേന പ്രാണായാമം ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്ത് ആരോഗ്യപ്രദമായ ജീവിതം 55 വർഷമായി ഞാൻ ആരോഗ്യപ്രദമായി ജീവിക്കുന്നു.
4 പതിറ്റാണ്ട് കാലം വേദ ഉപാസനയുടെ പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്. പ്രാണായാമം ദിവസേന ചെയ്ത് ആചരിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഇത്രയും കൃത്യമായും വ്യക്തമായും ശുദ്ധമായും നിങ്ങളോടിത് പറയുന്നത്. ഈ വേദങ്ങളുടെ അടിയിൽ പോയി തപ്പിപ്പിടിച്ച് കൊണ്ടുതന്ന് നിങ്ങളോടിത് പറയുന്നത് അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. വേദമെന്ന വാക്കിൻ്റെ യഥാർത്ഥ ലക്ഷ്യാർത്ഥം അനുഭവം എന്നുള്ളതാണ്. അപ്പോൾ ആ അനുഭവത്തിലുള്ള മധുരമായ ജീവിതം നിങ്ങൾക്കും ആശംസിച്ചുകൊണ്ട് എല്ലാവരും പ്രാണായാമം ചെയ്യണം, എല്ലാവരും നാമ ഉപാസന ചെയ്യണം. എല്ലാവർക്കും ഭട്ടതിരിപ്പാട് പറഞ്ഞ പോലെ ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു. സ്വാമി ശരണമയ്യപ്പ.